നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ആയിട്ടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങളോടുള്ള അവർ മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ പേരും ഈ ഒരു സമയത്ത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അവർ ഒരുപാട് ഡിപ്രഷനിലേക്ക് പോകുന്നതായിട്ടാണ്. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം അവരുടെ ലൈഫിൽ അവർ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട്. അവർക്ക് അവരുടെ ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ സെപ്പറേഷൻ കൂടി ആയപ്പോൾ അവർക്ക് താങ്ങാവുന്നതിലപ്പുറമുള്ള വേദനയാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ലൈഫ് പൂർണ്ണമാകുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷനിൽ ഒരു റീബർത്ത് ഉണ്ടാവണം എന്നവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ. അതുപോലെ തന്നെ അവർ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ പോലും അവർക്ക് ഇങ്ങനെയുള്ളൊരു ചിന്തയാണ്. അതായത് നിങ്ങളെ ഇനി ഒരിക്കലും അവർക്ക് ലഭിക്കില്ല. അവർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നെല്ലാം ഓർത്തുള്ള ഒരു സങ്കടം അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. മേ ബി ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. വളരെ സ്ട്രോങ് ആയിട്ടൊരു പേഴ്സൺ ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തിയെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും തിരികെ കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും അവർക്ക് ഈ ഒരു സമയത്ത് അവർ റിയലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവർ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു പ്രസൻസ് എപ്പോഴും അവരുടെ ലൈഫിൽ വേണം എന്നുള്ളൊരു ആഗ്രഹമാണ് അവർ എപ്പോഴും അവരുടെ മനസ്സിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നത്തിങ്നെസ്, അതായത് അവരുടെ ലൈഫിൽ ഒരു ശൂന്യതയാണ്, ഒരു ഡാർക്ക്നെസ് ആണ് ഇപ്പോൾ ഉള്ളത്. മേ ബി നിങ്ങളാണ് അവരുടെ ലൈഫിലെ വെളിച്ചം എന്നവർ ഈ ഒരു സമയത്ത് ഒരുപാട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഇപ്പോൾ ഇരുട്ട് ബാധിച്ച ഒരു സാഹചര്യമാണ്. മേ ബി നിങ്ങൾക്കും ഈ ഒരു സെയിം സിറ്റുവേഷൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ കൂടുതൽ പേരും ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങളും ഈ വ്യക്തിയെ അവരുടെ ലൈഫിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. യെസ്, ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ആഗ്രഹം, പാർട്ടിസിപ്പേഷൻ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒപ്പം ഉണ്ടാവണം, അവരുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഒരു ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായിട്ട് എപ്പോഴും നിങ്ങൾ ലൈഫിൽ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്ലീസ് ഫർഗീവ് മീ, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, ഇതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇത്രയധികം വിഷമിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് അവരുടെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്ക് ഉണ്ടായത്, അതുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത്. അതുകൊണ്ട് എന്നോട് ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. അതായത് അത്രമാത്രം ആ വ്യക്തിക്ക് ഇപ്പോൾ സങ്കടം ഉണ്ട്. ഐ ആം അഫ്രൈഡ് ടു കം ഫോർവേഡ്, മുന്നോട്ട് വരാനായിട്ട് തന്നെ അവർക്ക് ഒരുപാട് ഭയമുണ്ട്. കാരണം അവരെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് ഉള്ള ഒരു വിഷമമുണ്ട്. അവർക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കുമോ എന്ന് ഐ എം സ്റ്റാർട്ടിങ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് കണക്ഷൻ. ഈ ഒരു കണക്ഷൻ എപ്പോഴാണോ നിങ്ങൾ സെപ്പറേറ്റഡ് ആയത് ആ ഒരു നിമിഷം മുതൽ അവർ നിങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങി. ഈ ഒരു കണക്ഷൻ്റെ ഡെപ്ത് എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്ന് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു. അവർ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ആൻഡ് ഐ വോണ്ട് ടു ചേഞ്ച്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വേണം. അതാണ് നമുക്കൊരു ടവർ മൊമെന്റ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ചേഞ്ചാണ് ആ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ സെപ്പറേഷൻ അവർക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഒരു ചേഞ്ച്, അവർക്ക് ഒരു ചേഞ്ച് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഐ എം സോറി ഫോർ നോട്ട് വിഷിങ് യുവർ സ്പെഷ്യൽ ഡേ. നിങ്ങളുടെ സ്പെഷ്യൽ ഡേയിൽ അവർ നിങ്ങളെ വിഷ് ചെയ്തിട്ടില്ല, അതിന് അവർ നിങ്ങളോട് സോറി പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ എം വാച്ചിങ് ഫ്രം ദി ഔട്ട്സൈഡ്.
ഡെഫിനിറ്റ്ലി ഈ വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ. ഐ നോ യു സ്റ്റിൽ ലവ് മീ. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴും അവരെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. സോ റെസ്റ്റ്ലെസ്, കാൺ ഡു എനിത്തിങ് വിതൗട്ട് യു. ഡെഫിനിറ്റ്ലി അവരിപ്പോൾ റെസ്റ്റ്ലെസ് ആണ്. അവർക്ക് ഒരു കാര്യങ്ങളും അവരുടെ ലൈഫിൽ കണ്ടിന്യൂ ചെയ്യാനോ മുന്നോട്ട് പോകാനോ കഴിയുന്നില്ല. നിങ്ങൾ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാമീപ്യം അവരുടെ ലൈഫിൽ ഇല്ലാത്തിടത്തോളം കാലം അവർക്ക് അവരുടെ മനസ്സിന് ഒരു ശാന്തതയും ലഭിക്കില്ല. അവർ എപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കും എന്ന് അവർ നിങ്ങളോട് പറയുന്നു. ഓക്കെ. വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നിട്ട് കൂടിയും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത്രമാത്രം സ്ട്രോങ് ഫീലിങ്സ് ഉള്ളൊരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്ന് കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുമുണ്ട്. ഓക്കെ. അവർ മനസ്സാലെ തന്നെ ഒരുപാട് തവണ അവർ നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ നിങ്ങളിലേക്ക് എത്തിപ്പെട്ടതായിട്ട് അവർ ഡ്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ മേ ബി അവർ ഒരുപാട് തവണ ഡ്രീംസിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. മേ ബി നിങ്ങൾക്കും ആ ഒരു റീയൂണിയൻ ഉണ്ടായതായിട്ടുള്ള ഡ്രീംസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത്രമാത്രം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ അവർ ട്രൈ ചെയ്യുന്നുണ്ട്. മേ ബി ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അല്ലെങ്കിൽ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ആ വ്യക്തിയോട് ഒരുപാട് തവണ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സെപ്പറേഷനിലാവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രോപ്പറായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് എന്ന തരത്തിൽ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ആ ഒരു സമയത്ത് മേ ബി ആ വ്യക്തി നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ആൻസർ തന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഏതൊരു സാഹചര്യമായിരുന്നാൽ കൂടിയും ഈ ഒരു സെപ്പറേഷനിൽ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവരായിട്ട് തന്നെ അവരുടെ ചാൻസുകൾ, നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള ചാൻസുകൾ നഷ്ടപ്പെടുത്തിയത് പോലുള്ള അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് നഷ്ടമായത് പോലുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു പേഴ്സൺ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവര് നിങ്ങളായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കട്ടെ, നിങ്ങളായിട്ട് തന്നെ കോണ്ടാക്റ്റിൽ വരട്ടെ എന്ന് ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പല തവണ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഡയൽ ചെയ്തിട്ട് അവർ അത് ഡിലീറ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. പക്ഷെ നിങ്ങളായിട്ട് ചേസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. ഓക്കെ.